റൗളയുടെ പൊരുത്തം വാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ കുരുത്തം വാങ്ങിക്കൊണ്ട് ശൈഖുന വന്നു നാട്ടിലേക്ക്. വന്നിട്ട് ശൈഖുന പറഞ്ഞത് എന്താണ്? ഇനി അതാ ശൈഖുനാന്റെ ഗതി മാറുകയാണ്. എന്നിട്ട് ശൈഖുന പാടിയൊരു പാട്ടുണ്ട് സഹോദരങ്ങളെ, എല്ലാവരോടും പാടുന്നു. ആമിലുദ് ദുനിയാ ബിഖുൻസാ ആമിലുൽ ഉഖ്റാ നിസാഉൻ ആമിലുൽ ലില്ലാഹി റിജാലുൻ ലാ ലനാ ദുനിയാ വ ഉഖ്റാ. ദുനിയാവിന് വേണ്ടി ആരാധിക്കുന്നവൻ, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, ദുനിയാവിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്നവൻ, ദുനിയാവിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നവൻ അവൻ നപുംസകമാൻ. അവൻ ആണും പെണ്ണും കെട്ടവനാണ്. ആഖിറത്തിന് വേണ്ടി എടുക്കുന്നവൻ പെണ്ണുങ്ങളാൻ. ആമിലുൽ നിസാഉൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ പെണ്ണുങ്ങളാണ്. എന്നിട്ട് പറയാണ് ആമിലുൽ ലില്ലാഹി റിജാലുൽ അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്നവൻ, അല്ലാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ അവരാണ് പുരുഷന്മാർ. ലാലനാ ദുനിയാ വ ഉഖ്റാ. ഞങ്ങളതാ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആളുകളല്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണ്. നമ്മളൊക്കെ ആരാളുകളാണ്? നമ്മളൊക്കെ ആരാളുകളാണ്? മടവൂര് പറഞ്ഞത് നോക്കി നിങ്ങള്. ശൈഖുനാ സി.എം. റളിയല്ലാഹു പറയാണ്, ദുനിയാവിന്റെ വേണ്ടി പണിയെടുക്കുന്നവൻ, ദുനിയാവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവൻ ആണും പെണ്ണും കെട്ടവനാണ്, നപുംസകമാണ്. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവനോ പെണ്ണാണ്. എന്നാലോ അല്ലാഹനെ പേടിച്ചുകൊണ്ട് പണിയെടുക്കുന്നവൻ അവനാണ് യഥാർത്ഥ പൗരുഷമുള്ളവൻ, പുരുഷൻ. അവനാണ് പുരുഷൻ എന്ന് പറയുക. ലാലന ഞങ്ങളല്ല, ദുനിയാവിന്റെ ആളുകളല്ല. ഞങ്ങൾ ആരുടെ ആളുകളാണ്? കണ്ടോ, ആഖിറത്തിന്റെയും ആളുകളല്ല. പിന്നെ ആളുകളാണ്? ആമിലുൽ ലില്ലാഹി റിജാലുൽ അല്ലാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. കണ്ടോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ലോക ആശിക്കുകൾക്ക് നേതാവായി അങ്ങനെ അതാ പാട്ടുകൾ പാടാൻ തുടങ്ങി. പല പാട്ടുകളും ഗതി മാറുകയാണ്. ജീവിതത്തിന് പല ഗതികളും മാറി, സ്വഭാവത്തിന്റെ റൂട്ട് മാറി. സഹോദരങ്ങളെ, സ്വഭാവത്തിന്റെ റൂട്ട് മാറി. അതാ ആ സമയത്താണ് 40 വയസ്സ് കഴിഞ്ഞ ശൈഖുന. മനസ്സിലാക്കണം, വയസ്സ് ഒരുപാട് കഴിഞ്ഞു. ശൈഖുനാ സി.എം. റളിയല്ലാഹു അവരുടെ ആ കാല സമയത്ത് അതാ വന്നിട്ട് ഉമ്മ പറയുന്നു, മോനെ നീ ഒരു കല്യാണം കഴിക്കണം. ഉമ്മ വന്നിട്ട് പറയാണ് ശൈഖുനാനോട്, നീ ഒരു കല്യാണം കഴിക്കണം. ശൈഖുനാ സി.എം. റളിയല്ലാഹു അവര് ഒരിക്കലും ആ റൂട്ടിലേക്ക് ചിന്തിച്ചില്ല, ആ റൂട്ടിലേക്ക് ഒരിക്കലും മാറി ചിന്തിച്ചില്ല, വിചാരിക്കുക പോലും ചെയ്തിട്ടില്ല. വീണ്ടും വീണ്ടും വീട്ടുകാരും കുടുംബക്കാരും പറഞ്ഞപ്പോ അതാ അമ്മാവന്റെ മകളെ സൈനബ എന്ന് പറയുന്ന പെൺകുട്ടിയെ, സ്വന്തം അമ്മാവന്റെ മകളെ വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ശൈഖുനാ സി.എം. റളിയല്ലാഹു കല്യാണം കഴിക്കുന്നു. സഹോദരങ്ങളെ, കല്യാണം കഴിച്ചു. മനസ്സിലാക്കണം, അതാ വൈവാഹിക ബന്ധം എന്തെന്ന് മഹാനവറുകൾ അറിഞ്ഞിട്ടില്ല, അതിന്റെ രുചി അറിഞ്ഞിട്ടില്ല. കാരണം മനസ്സ് റബ്ബിലേക്കാണ്, ശരീരം റബ്ബിലേക്കാണ്. മനസ്സിന്റെ ഉള്ളിലൊരു കിളിയുണ്ട്, ആ കിളി പറക്കുന്നത് എങ്ങോട്ടാണ്? റബ്ബിലേക്കാണ്. ആ കിളി വിളിക്കുന്നത് എങ്ങോട്ടാണ്? റബ്ബിലേക്കാണ്. ആ കിളിയെ ഉണർത്തിയ ആളാരാണ്? ബഹുമാനപ്പെട്ട നക്ഷബന്ദിയ തരീഖത്തിന്റെ ശൈഖ് പുലി മൊയ്തീൻ സാഹിബ് ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവറുകൾ വിളിക്കുന്നതും റബ്ബിലേക്കാണ്. അങ്ങനെ അതാ ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി, വീടുമായിട്ട് ബന്ധം അതാ കുറവായി കൊണ്ടിരിക്കുകയാണ്. പള്ളിയും ആരാധനയും നിസ്കാരവും ദിക്റും അത് മറ്റുള്ള കാര്യങ്ങളും. ആ സമയത്താണ് പെങ്ങൾ വന്നിട്ട് മടവൂര് പള്ളിയിലേക്ക് പെങ്ങൾ വരുന്നു. സുബ്ഹാനല്ലാഹ്, നഫീസ എന്ന് പറയുന്ന സ്വന്തം പെങ്ങൾ വന്നിട്ട് ശൈഖുനാന്റെ അരികത്ത് വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ശൈഖുനാനോട് പറയുന്നു, ഓ അബൂബക്കറേ, നിന്റെ നിസ്കാരവും നിന്റെ ദിക്റും നിന്റെ തഹ്ലീലും നിനക്കൊരു പെണ്ണുണ്ട് വീട്ടിലുള്ള ഓർമ്മ വേണം കേട്ടോ. ആ പെണ്ണിനെ പറ്റി നീ ചിന്തിക്കണം. അതാ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പാണ് ഈ പെങ്ങള് വന്നത്. ളുഹ്ർ നിസ്കാരത്തിന് വാങ്ങിക്കൊടുത്തപ്പോ പെങ്ങള് വീട്ടിലേക്ക് പോയി. ആളുകൾ വരുന്നുണ്ടല്ലോ, വീണ്ടും വരുന്നു. ശൈഖുനാക്ക് മറുപടിയില്ല, ശൈഖുനാന്റെ ജീവിതത്തിന് ഗതി മാറുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ
ആ സമയത്തതാ ശൈഖുന ചിന്തിക്കുന്നു, ഇനി ഇതാ എന്റെ റൂട്ട് ശരിയായ റൂട്ടിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകാണ്. ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ 5 കുട്ടികൾ ഇന്ന ദർസിൽ പോകണം, 10 കുട്ടികൾ ഇന്ന ദർസിൽ പോകണം, 15 കുട്ടികൾ ഇന്ന ദർസിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ദർസിൽ നിന്ന് കുട്ടികൾ ഓരോരുത്തരെയുമായിട്ട് പിരിച്ചുവിട്ടു. സഹോദരങ്ങളെ, ദർസ് ഒഴിവാക്കാണ്. സുബ്ഹാനല്ലാഹ്. അവസാനം ആ ദർസിൽ ഒരൊറ്റ കുട്ടിയുണ്ട്. ആരാണ് ആ കുട്ടി എന്നറിയുമോ? മഹ്മൂദ് എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ട്. ശൈഖുനാന്റെ ഖാദിമാണ്. ആ കുട്ടിയെ വിളിച്ചിട്ട് ശൈഖുന പറയുന്നു, മോനെ മഹ്മൂദേ, ഒരു കഷ്ണം കടലാസ് എടുക്കൂ. എന്തിനാണ്? അത് ചോദിക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ ഒരു കഷ്ണം കടലാസും പേനയും എടുത്തു വരിക. എന്നിട്ട് പറയുന്നു, കുഞ്ഞിമായും കോയ മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ചിറ്റടിമേത്തൽ മുഹമ്മദ് അബൂബക്കർ അതാ സൈനബ എന്ന് പറയുന്ന പെൺകുട്ടിയെ 1, 2, 3 തലാഖ് ചൊല്ലിയിരിക്കുന്നു. ഈ മഹ്മൂദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് എഴുതാൻ വല്ലാത്ത പേടി, കൈ വിറക്കാണ്. ആ സമയത്ത് ശൈഖുന ചോദിക്കുന്നു, മഹ്മൂദേ, നിനക്ക് എഴുതാൻ എന്താണ് മടി? ഞാനല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് ശൈഖുനാന്റെ വാക്ക് കേട്ട് എഴുതാതിരിക്കുക എങ്ങനെയാണ്? ആ സമയത്ത് എഴുതിയിട്ടതാ പറയുന്നു, ഇത് സൈനബാന്റെ ഉപ്പാക്ക് എത്തിക്കണം. ബഹുമാനപ്പെട്ട ഈ ദർസിലുള്ള കുട്ടിയുണ്ടല്ലോ, മഹ്മൂദ് ചിന്തിക്കുന്ന, പടച്ചോനെ, ഞാൻ എങ്ങനെയാണ് ഇത് കൊടുക്കുക? ആരെ കയ്യിലാണ് കൊടുക്കേണ്ടത്? ശൈഖുന പറഞ്ഞത് ഉപ്പാന്റെ കയ്യിൽ എന്നാണ്. 2 ദിവസം കീശയിലിട്ട് നടന്നു കൊടുക്കാൻ പേടിച്ചിട്ട് പെട്ടെന്നതാ സൈനബാന്റെ ഉപ്പാനെ കാണുന്നു. കണ്ടപ്പോൾ ഉപ്പ ചോദിക്കുന്നു, മഹ്മൂദേ, സൈനബാന്റെ പുതിയാപ്പിള അബൂബക്കർ നിന്റെ കയ്യിൽ വല്ലതും തന്നിട്ടുണ്ടോ? കണ്ടോ വിവരം? ആരാണ് കൊടുത്തത്? മെസ്സേജ് കൊടുത്തത് റബ്ബാണ് കൊടുത്തത്. കടലാസ് പെട്ടെന്ന് എടുത്തു കൊടുക്കുന്നു. കടലാസ് വായിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. സൈനബാനോട് പറയുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈനബാനോട് പറയുന്നു, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഇങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുനാനോട് ശൈഖുന അതാ ഈ കൊടുത്ത കത്തും വായിച്ചിട്ട് ഉപ്പ പറയാണ്, ഇനി നീ എന്താ കണ്ട, പേടിക്കണ്ട, വിഷമിക്കണ്ട, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. നിനക്ക് നല്ലൊരു ബന്ധം വരും. കണ്ടോ, പെട്ടെന്ന് ബന്ധം വരുന്നു. അതിൽ 6ഓളം കുട്ടികൾ ഉണ്ടാകുന്നു. ശൈഖുനാന്റെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സൈനബ എന്ന പെണ്ണിനൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് മക്കത്തെത്തണം, മദീനത്തെത്തണം. ശൈഖുന പറഞ്ഞത് എത്തിക്കൊള്ളുമെന്ന് പറഞ്ഞു. പിന്നീട് ഈ പെണ്ണ് ഹജ്ജിനും പോയി. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, അങ്ങനെ അതാ ഇഷ്കിന്റെ ലഹരിയിൽപ്പെട്ട് ഇരമ്പി മറിയാൻ മറ്റൊരു കാരണം കൂടി അതാ ഉണ്ടാകുന്നു. ഇഷ്കിന്റെ കടലിൽ ആറാടുന്ന ഒരു ഫക്കീറുമായുള്ള ബന്ധം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതാരാണ്? പുലി മൊയ്തീൻ സാഹിബ്. ബഹുമാനപ്പെട്ട അതാ പുലി മൊയ്തീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് കർണാടക ഗീതങ്ങൾ ഈ ഇഷ്കിന്റെ ലഹരിയിൽ ആറാടിയിട്ട് അള്ളയുമായിട്ട് അടുത്തപ്പോൾ ഇഷ്കിന്റെ ലഹരിയിൽ നിന്ന് അതാ പാനപാത്രത്തിൽ നിന്ന് ആ മധു നുകരാൻ വേണ്ടി പുലി മൊയ്തീൻ സാഹിബുമായിട്ട് ജീവിതം പങ്കുവെക്കുന്നു, ദർസ് ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭാര്യയെ തലാഖ് ചൊല്ലിയില്ലേ, ശേഷം കർണാടക ഗീതങ്ങൾ പഠിക്കുന്നു. അള്ളയുമായിട്ടുള്ള ലഹരിയിൽ അള്ളയുമായിട്ട് അടുക്കാൻ വേണ്ടി കർണാടകത്തിന്റെ അതാ ദിക്റുകളും കർണാടകയിലുള്ള മഹാന്മാരുമായുള്ള ഗീതങ്ങളും ശൈഖുനാ സിഎം റളിയല്ലാഹു അവരുകൾ അതാ പുലി മൊയ്തീൻ സാഹിബ് തങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് അന്ന് ശൈഖുനാ എന്നറിയുമോ? ആ നാട്ടിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ശൈഖുനാനോട് ചോദിക്കണം. നാട്ടിന് ആത്മീയ നായകൻ അവരാണ്, ഖാദിക്ക് പുറമത്താണിയും അവരാണ്. നാട്ടിന്റെ ആത്മീയ നായകൻ ശൈഖുനയാണ്. ആ നാട്ടിലെ ഖാദിയാണ് ശൈഖുന. തീർന്നോ സഹോദരങ്ങളെ? അങ്ങനെ അതൊന്നും വകവെക്കാതെ ശൈഖുന പുലി മൊയ്തീൻ സാഹിബ് തങ്ങളോടൊപ്പം നടക്കുകയാണ്. മാസങ്ങളോളം ശൈഖ് സാഹിബിന്റെ ഒപ്പം താമസമാക്കി. പിന്നെ അതിനോടൊപ്പം സമയം മുഴുവൻ റബ്ബിനാരാധിക്കലായി. അതിനാൽ ദർസും ഖുലാത്തും നഷ്ടമായി. ഖാദിസ്ഥാനവും പോയി, ദർസും പോയി, എല്ലാം പോയി. അതൊന്നും അതാ റബ്ബിന്റെ ഹദറത്തിലേക്ക് അടുക്കുന്നതിൽ, പറന്നുയരുന്നതിൽ ഒരു തടസ്സമായി കണ്ട് അതൊക്കെയും വലിച്ചെറിഞ്ഞുകൊണ്ട് മഹാനവറുകൾ നീങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. 1960 കോഴിക്കോട് തമ്പടിച്ചത് ആരാണെന്നറിയുമോ? പുലി മൊയ്തീൻ സാഹിബാണ്. ആദ്യമായി മഹാനവറുകളെ കണ്ടുമുട്ടുന്നത് അവിടെ നിന്നാണ്. ശേഷം അതാ റക്കൂൺ ലോഡ്ജിലാണ് മഹാനവറുകൾ
മഹാനവറുകൾ താമസിച്ചത് കോഴിക്കോട്ടെ 1968 മുതൽ ബ്രീസ് കോഴിക്കോട്ടെ ബ്രീസ് ലോഡ്ജിൽ മഹാനായ ശൈഖുന പുലിമൊയ്തീൻ സാഹിബ് തങ്ങളെ കാണുന്നു, അവിടെ താമസിക്കുന്നു. പിന്നെ കോഴിക്കോട്ട് പല വീട്ടിലും പുലിമൊയ്തീൻ സാഹിബ് തങ്ങൾ താമസിച്ചു. NC മൊയ്തീൻ കുട്ടി ഹാജി, അതുപോലെ തന്നെ പടന്നപ്പള്ളിപ്പറമ്പ് മമ്മൂട്ടി മൂപ്പൻ, തങ്ങൾസ് റോഡിലെ ഉമ്മർ മൂപ്പൻ തുടങ്ങിയ പല വീട്ടിലും മഹാനായ പുലിമൊയ്തീൻ സാഹിബ് തങ്ങൾ താമസിച്ചു. അവിടെയൊക്കെയും ശൈഖുനയും താമസിച്ചു. ശൈഖുനയില്ലാത്തൊരു ജീവിതം പുലിമൊയ്തീൻ സാഹിബ് തങ്ങൾക്കില്ല. ശൈഖുനാനെ വിട്ടുപിരിയാൻ പുലിമൊയ്തീൻ സാഹിബ് തങ്ങൾ തയ്യാറായില്ല. കാരണം ഞാൻ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോ ഈ ദീപശിഖ മറ്റൊരാളെ കയ്യിൽ കൊടുക്കണം, അതിന് ശൈഖുനായെ കണ്ടുവെച്ചോ. ആണോ 8 ദിവസം കണ്ടതിന് ശേഷം മഹാനായ ശൈഖുന 8 ദിവസത്തെ റിയാളായിരുന്നു. 8 ദിവസം റിയാള, ആരുമായി ബന്ധമില്ല, നോമ്പാണ്, നിസ്കാരമാണ്, ദിക്റാണ്. 8 ദിവസം. അതും കഴിഞ്ഞ് മടവൂരിലേക്ക് ശൈഖുന മടങ്ങി. മൂന്നാമത് വീണ്ടും കാണാൻ വരുന്നു. അപ്പോഴാണ് 29 ദിവസം റിയാദിരിക്കുന്നു. പുലിമൊയ്തീൻ സാഹിബ് തങ്ങൾ പറയാണ്, ശൈഖ് പറയാണ്, ശിഷ്യനോട് മുരീദിനോട് പറയാണ്, 8 ദിവസം കഴിയുന്നില്ലേ, 29 ദിവസം ഇരിക്കണം. അതാ പിന്നെ 4ാം തവണ അതാ വീണ്ടും വരുന്നു. വന്നപ്പം പറയുന്നു, ഇനി എന്റെ കൂടെ നിന്ന് വിട്ടുപിരിയത്, പിന്നെ ഒരൊറ്റ സമയം എന്റെ കൂടെ വിട്ടുപിരിയാൻ പാടില്ല. പിന്നീട് പോയൊരു പോക്കു ശൈഖിന്റെ അടുക്കല്, വർഷം 1 കഴിഞ്ഞ് തിരിച്ചാ വീട്ടില്. 8 വർഷം പിന്നെ മടവൂരുമായി ബന്ധമില്ല, കണക്ഷനില്ല. പുലിമൊയ്തീൻ സാഹിബ് തങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. മനസ്സിലാക്കണം സഹോദരങ്ങളെ. 8 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആഷിഖ് മടവൂരിന്റെ മുരീദാകുന്ന കിണാശ്ശേരി മുഹമ്മദ് കുട്ടി ഹാജി, പടന്നപ്പള്ളി മമ്മൂട്ടി മൂപ്പൻ, മൊയ്തീൻ സാഹിബ് പോലുള്ള പ്രധാനപ്പെട്ടവർ മുരീദുമാരാണ്. മനസ്സിലാക്കണം. അതുപോലെ തന്നെ വൈരത്തൂര് തങ്ങള് ശൈഖുനാൻ പ്രധാനപ്പെട്ട മുരീദുമാരിൽ ഒരാളാണ്. അങ്ങനെ പല മുരീദുമാരുമുണ്ട്. പ്രധാനികളെയാണ് ഞാൻ എണ്ണിയത്. സഹോദരങ്ങളെ, മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് മൊയ്തീൻ സാഹിബ് താമസമാക്കി. മടവൂരിനെയും വിളിക്കുന്നവ, നമുക്ക് 2 പേർക്കും ഇവിടെ ഇരിക്കാം. അപ്പൊ പണ്ട് കാലത്തുള്ള വീട്ടിൽ തിണ്ണയുണ്ടാകും. അതോ തിണ്ണ, കട്ടിലിന് പകരം തിണ്ണയുണ്ടാകും. ആ വീട്ടിൽ കൊലായിൽ 2 തിണ്ണയുണ്ടായിരുന്നു. ഒരു തിണ്ണയിൽ പുലിമൊയ്തീൻ സാഹിബും മറ്റേ തിണ്ണയിൽ മടവൂരും മുഖത്തോട് മുഖം കടക്കുന്നു, താമസിക്കുന്നു. കണ്ടോ, ഈ സമയത്ത് ശൈഖുനാക്ക് ഭക്ഷണം ഇല്ല. ഭക്ഷണം ജീവിക്കാൻ വേണ്ടി അല്പം ഭക്ഷണം. ഏതുപോലെ ശൈഖുന ബഹുമാനപ്പെട്ട ഗൗസുല്ലാദമിന്റെ അരികത്തൊരു കുട്ടിയെ പഠിക്കാൻ കൊണ്ടുപോയാക്കിയില്ലേ? അപ്പോഴല്ലേ ആ കുട്ടി മെലിഞ്ഞതാ മോശമായി കണ്ട് ഉമ്മ വന്നപ്പം മൊയ്തീൻ ശൈഖ് തങ്ങള് പത്തിരിയും ഇറച്ചും തിന്നുന്ന ചരിത്രം നമ്മൾ കേട്ടില്ലേ സഹോദരങ്ങളെ? ഇതുപോലെ ശൈഖുന സിയം റളിയല്ലാഹു അവറുകള് അതാ ഭക്ഷണമില്ല, ശരീരമാസകലം അതാ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു. കഠിനമായ റിയാള, കഠിനമായ പരീക്ഷണം. ഈ പരീക്ഷയിൽ വിജയിച്ചാൽ A+ഓടുകൂടി A ഗ്രേഡോടുകൂടി ഈ മുഴുവൻ വിഷയങ്ങളിലും പാസ്സായാൽ അതാ ശൈഖുന പാസ്സായി. പരീക്ഷണമാണ്. ശേഷം ബഹുമാനപ്പെട്ട പുലിമൊയ്തീൻ സാഹിബ് തങ്ങൾ റോഡിലെ ഉമ്മർ മൂപ്പന്റെ വീട്ടിലേക്ക് മാറി. മടവൂരും അവിടേക്കും മാറി. മടവൂര് ശൈഖുനാനെയും വിടുന്നില്ല, ശൈഖുന മടവൂരിനെയും വിടുന്നില്ല. ശൈഖുന എന്ന് പറഞ്ഞാൽ ആരാണ്? പുലിമൊയ്തീൻ സാഹിബ്. 1.5 കൊല്ലം അവിടെ താമസിച്ചു. ശേഷം ഗുരുവും ശിഷ്യനും ഊരു ചുറ്റുവാൻ തുടങ്ങി. ഊരു ചുറ്റുക തന്നെ എന്താണ്? നാട് മുഴുവനും കറങ്ങാൻ തുടങ്ങി. കാണാത്ത മക്ബറകളൊക്കെ കാണിച്ചു കൊടുത്തു, കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കാട്ടിലുള്ള മക്ബറകൾ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള മക്ബറകൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ മഹാന്മാരെയും കാണിച്ചു കൊടുത്തു. വർഷം കഴിഞ്ഞൊരു 1.5 ഏതാണ്ട് വടക്കോട്ട് സാഹിബ് പോയി ശിഷ്യനെ കൊണ്ട്. അവരെത്തിയതാ ഉള്ളാൾ ഷരീഫിന് നേരെ. അവിടുന്ന് സാഹിബ് വിട പറഞ്ഞു ലോകരെ. 1.5 കൊല്ലം ചുറ്റിക്കറങ്ങിയിട്ട് ശൈഖുനാനെയും കൂട്ടിട്ട് ഉള്ളാളത്തേക്ക് പോകുകയാണ്. ഉള്ളാളത്തെത്തുന്നു ശൈഖുനാന്റെ മടിയിൽ ബഹുമാനപ്പെട്ട പുലിമൊയ്തീൻ സാഹിബ്
തലവെക്കുന്നു. അവിടെന്ന് പറയാനുള്ളതും കൊടുക്കാനുള്ളതും കൊടുക്കുന്നു, പലതും കൈമാറുന്നു. എന്നിട്ടതാ ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്, മുഹയ്യിദ്ദീൻ സാഹിബ് നഖ്ശബന്ദിൽ ബദ്കലി ഖബറുഹു ഫീ ഉന്നലി ശൈഖു സിയ മിനൽ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله. പുലിമൊയ്തീൻ സാഹിബ് എന്റെ എല്ലാ വഴികാട്ടിയും എന്നെ ഉന്നതമായ സ്ഥാനത്തേക്ക് നയിച്ചതുമാകുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മതാ മൺമറഞ്ഞു പോയല്ലോ, ഹാല് തെറ്റുന്നു, ജീവിതത്തിന്റെ ഗതി വീണ്ടും മാറുകയാണ്, ഇനി ആരുമില്ലല്ലോ. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ശൈഖുന നടന്ന് സുജൂദ് തുടങ്ങലായി. കാണുന്ന സ്ഥലങ്ങളിലൊക്കെ സുജൂദ്, ഒരാ ഒരു അത്ഭുതം കണ്ടാൽ സുജൂദ്. സുബ്ഹാനല്ലാഹ് മുരീദുമാർ ചോദിക്കുന്നു, ഓ ഫഖാല ശൈഖുനാ ഫഖീല ലഹു ലിമ തസ്ജുദു ഫിൽ മാഇ വൽ ബഹരി. ഓ ശൈഖുനാ, കാട്ടിലും തോട്ടിലും വീട്ടിലും നാട്ടിലും റോട്ടിലും എന്തിനാണ് ശൈഖുന സുജൂദ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ അസ്റാർ ഒന്ന് പറഞ്ഞു തരുമോ? ഫഖാല ശൈഖുനാ ഹാകുനാ സജദത്തിൽ മലായികത്തുൽ മുഖറബൂന. ഇവിടെ ആരൊക്കെ സുജൂദ് ചെയ്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മുഖറബീങ്ങളാകുന്ന മലക്കുകൾ സുജൂദ് ചെയ്യുന്നുണ്ട് ഇവിടെ. പോരാവൽ ഔലിയാ ഉൽ മുഖറമൂന, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരായ ഔലിയാക്കന്മാര് ഇവിടെ സുജൂദ് ചെയ്തിട്ടുണ്ട്. ഫിഹാ നൂറാനിയത്തു റബ്ബിൽ ആലമീൻ, ഇവിടെയൊക്കെയും റബ്ബിന്റെ നൂറ് നേരിട്ടിറങ്ങിയ സ്ഥലമാണ്. സഹോദരങ്ങളെ, മടവൂര് സുജൂദ് ചെയ്യുകയാണ്. പിന്നീട് നാടാകെ സുജൂദ് ചെയ്യലായി. അതിനായി പലയിടം രാപ്പകൽ സഞ്ചാരമായി. അതോടെ ഭൗതിക ചിന്തയില്ലാതെയായി. അതുപോലെ ഹിസ്സും ഒപ്പമേ പോക്കായി. ചോദിക്കാണ് ബഹുമാനപ്പെട്ട ശൈഖുനാനോട്, വീണ്ടും ചോദിക്കുന്നു, എന്തിനാ സുജൂദ്? അപ്പോഴാണ് പറയുന്നത്, അല്ല ചെയ്ത നിയമത്തിനിക്ക് നന്ദി പറയണം, അതിനാണ് ഞാൻ കുല്ലും മറന്നു സുജൂദിൽ വീണ് പോകുന്നത്. എനിക്ക് അല്ലാഹുക്ക് ശുക്ർ ചെയ്യണം. ഈ ലോകം തന്നെ നിയമത്താണ്, എല്ലാം അല്ലാഹുവിന്റെ നിയമത്താണെന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, സുജൂദും നിർത്തി. സുജൂദ് ചെയ്യുന്നതിന്റെ ഇടയിൽ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, സുജൂദ് ചെയ്ത് അതാ നടക്കുന്ന സമയത്ത് അതാ അംബാസഡർ കാറിലാണ് സഞ്ചാരം, മുരീദുമാര് കൂടെയുണ്ട്. ആ സമയത്താണ് ഒരു ലോറി അതാ നാഷണൽ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു വരികയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനെ പറ്റാ പാതിര നേരത്ത് കുറ്റാക്കോരൂട്ടിൽ അംബാസഡർ കാറിന്റെ ഡ്രൈവറോട് പറയുന്നു, ഇവിടെ റോട്ടിൽ അതാ വണ്ടി നിർത്തണം. വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്നിട്ട് ശൈഖുനെ ചാടി ഇറങ്ങുന്നു. റോട്ടിന്റെ നടുവിൽ നിന്നിട്ട് കൈ കാണിക്കുന്നു, വണ്ടി നിർത്തണം. ഡ്രൈവർ ഞെട്ടിത്തെറിക്കുന്നു, അതിലുള്ള ക്ലീനർ ഞെട്ടിത്തെറിക്കുന്നു. ആരാണിത് എന്നറിയില്ല. വേഗം വണ്ടി നിർത്തണം, ഇറങ്ങണം. ഡ്രൈവർ ഉടനെ ഇറങ്ങണം. ശൈഖുനാന്റെ കൽപ്പന. ആരുമാകത്തെ ഡ്രൈവർ പറ്റാ പാതിര സമയത്ത് ആരാരും റോട്ടിലില്ല, പീടികയിലില്ല. ശൈഖുനാന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അതാ ഇറങ്ങുന്നു. ഒന്നുകിൽ ജീവിതം അല്ലെങ്കിൽ മരണം, രണ്ടും കൽപ്പിച്ച് ഡ്രൈവർ റോട്ടിലേക്ക് ഇറങ്ങുന്നു. ശൈഖുന വണ്ടിയിലേക്ക് കയറുന്നു. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് അങ്ങ് ഉയർത്തുന്നു. കാണുന്നു മൂർഖൻ പാമ്പ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമകം നിങ്ങളെ കൽപകമെന്നോവർ പാമ്പിനോട് പറയുന്നു, ഇറങ്ങിപ്പോകണം. സുബ്ഹാനല്ലാഹ്, പാമ്പ് അതാ വളരെ പേടിച്ച് വിറച്ചുകൊണ്ട് പത്തി താഴ്ത്തി വിടർത്തിയ പത്തി താഴ്ത്തിക്കൊണ്ട് പാമ്പ് ലോറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൂടെയുള്ളവർ കണ്ടില്ല. ഇതല്ലേ മഹാന്മാര്? തീർന്നോ സഹോദരന്മാരെ? സുജൂദ് ചെയ്യുന്ന സമയം അതാ മഹാനവറുകള് ഒരു പകലിൽ അതാ ഒരു കല്യാണ വീട്ടിലേക്ക് ഓടിക്കയറുകയാണ്. ആ കല്യാണത്തിന് ശൈഖുനാനെ വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ആർക്കും അറിയില്ല. ശൈഖുന കയറുന്നു, ആളുകൾ ബേജാറാകുന്നു. ശൈഖുന അങ്ങോട്ട് അടുത്തു ചെല്ലുന്നു. നേരെ അതാ വെള്ളം വേണ്ട
ചായ വേണ്ട, ഇരിക്കാൻ കസേര വേണ്ട, കൈ കൊടുക്കാൻ സമയമില്ല. അതാ കിച്ചണിൽ അതാ ഭക്ഷണം പാകം ചെയ്തു വെച്ച അതാ ദമ്മിട്ട് മൂടി വെച്ച ബിരിയാണി ചെമ്പ് തുറക്കാൻ വേണ്ടി പറയുന്നു, ഇളക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാകക്കാരനോട് പറയുന്നു, പാചകക്കാരനോട് പറയുന്നു, ചെമ്പ് ഇളക്കി മറിക്കുന്നു. മറിച്ചപ്പോൾ ഉടനെ കണ്ടതെന്തെന്നറിയുമോ? അരണ ചത്തുമലച്ചു കിടക്കുന്നു. ദമ്മിട്ട ബിരിയാണിയുടെ ഉള്ളിൽ അരണയുണ്ടെന്ന് ആരാണ് മെസ്സേജ് കൊടുത്തത്? റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് മെസ്സേജ് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? സിഎം വലിയുള്ളാക്ക്. പാവപ്പെട്ട മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണം. കണ്ടോ സഹോദരന്മാരെ, എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കവലെന്നോവര്. അങ്ങനെ ശൈഖുനാ സിഎം വലിയുള്ളാഹി അവരുകള് ദേശാടനമെല്ലാം നിർത്തി, സുജൂദെല്ലാം നിർത്തി, അവസാനം അതാ കോഴിക്കോട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ താമസമാക്കുന്നു. ഇനിയാണ് നമ്മുടെ കഥകൾ സഹോദരങ്ങളെ. ശൈഖുന മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ താമസമാക്കുന്നു. ജദ്ബിന്റെ ഹാലിൽ എത്തി വീണ്ടും നാട്ടില്. പിന്നീട് മുഴുകിയിട്ടില്ല ബാഹ്യ ശരീഅത്തിൽ. അല്ലാഹു എന്നല്ലാതെ മറ്റേതൊന്ന് മാറിയിട്ട് ചിന്തിക്കാനിടം ഇല്ലെന്ന്. അല്ലാ 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ഹൃദയത്തിൽ മറ്റൊന്നിന് ചിന്തിക്കാനിടമില്ല, എന്റെ ഹൃദയത്തിൽ മറ്റൊന്നിന് കടന്നു വരാനിടമില്ല. അല്ലാ അല്ലാ, എനിക്കെന്റെ ഊണിലും ഉറക്കത്തിലും അല്ല മതി, എനിക്കെന്റെ കറക്കാത്ത സക്കനാത്തിൽ അല്ല മതി. ലോകത്തെന്ത് സംഭവിച്ചാലും എനിക്ക് അല്ല മതി. അല്ലാഹു എന്നല്ലാതെ മറ്റേതൊന്ന് മാറിയിട്ട് ചിന്തിക്കാനിടം ഇല്ലെന്ന്. സഹോദരന്മാരെ, തനിക്ക് അതാ മഹാനായ ശൈഖുനാക്ക് മമ്മൂട്ടി മൂപ്പൻ അതാ കോഴിക്കോട് വീട്ടിൽ പ്രത്യേക റൂം തയ്യാറാക്കുന്നു, ഒരു കട്ടിൽ റെഡിയാക്കുന്നു. മഹാനായ ശൈഖുനാക്ക് ഒരുക്കിയ കട്ടിലില്ലതാ കിടക്കുന്നു. ഒരൊറ്റ കടത്തം തന്നെയാണ്. ശൈഖുന എവിടെയുള്ളതാണെന്ന് ആളുകൾ അന്വേഷിക്കുന്നു, ആർക്കും ഒരു പിടുത്തവുമില്ല. ഒരൊറ്റ കടത്തം തന്നെയാണ്. സുബ്ഹാന റബ്ബി, കാലവും എട്ടാണ്ട് മിണ്ടാതിരുന്നവർ വിശ്വമില്ലാരുണ്ട്. അക്കടത്തം കടന്ന് 8 കൊല്ലം മഹാനവറുകൾ മിണ്ടിയിട്ടില്ല, അല്ലാഹുവോടല്ലാതെ മിണ്ടിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹിനോടല്ലാതെ, മലക്കുകളോടല്ലാതെ, ഖിദർ നബിയോടല്ലാതെ ലോകത്തൊരു പടപ്പുകളോടും മിണ്ടിയിട്ടില്ല. സുബ്ഹാന റബ്ബി, കാലവും എട്ടാണ്ട് മിണ്ടാതിരുന്നവർ വിശ്വമില്ലാരുണ്ട്. ശൈഖുനാ സിഎം വലിയുള്ളാഹി മിണ്ടാതെ പലതും സമ്പാദിക്കുന്നു. ഒരു 3 വർഷം മുറാഖബയുടെ കാലം അനുഷ്ഠിച്ച് നോമ്പ് അതുവരെയും കാലം. 3 കൊല്ലം സഹോദരങ്ങളെ, ശരീരത്തെ വീണ്ടും തീച്ചൂളയിലിട്ട് അതാ വാർക്കുകയാണ്, തീച്ചൂളയിലിട്ട് പതപ്പിക്കുകയാണ്, തീച്ചൂളയിലിട്ട് പാകപ്പെടുത്തുകയാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു കപ്പ് ചൂട് നീരത്താഴവും ഇഫ്താറും, പിന്നീട് തിന്ന് തുടങ്ങി മധുരവും ചോറും. അതാ ഒരു കപ്പ് വെള്ളം കൊണ്ട് നോമ്പ് നോൽക്കുന്നു, ഒരു കപ്പ് വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നു. എത്ര കൊല്ലം? 3 കൊല്ലം മുറാഖബയുടെ ഹാല്. പിന്നെ അതാ ചെറിയ മധുരങ്ങൾ തിന്നാൻ തുടങ്ങി, പിന്നെ ചോറ് തിന്നാൻ തുടങ്ങി. അക്കാലത്ത് ശൈഖുനാക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമുണ്ട്, വെള്ളരിക്ക. സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ മീനുകൾ, അത് ഉപ്പിടാതെ മഹാനവറുകൾ തിന്നിരുന്നു, വെള്ളരിക്ക തിന്നിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളെ നാട്ടിലൊക്കെ, എന്റെ വീട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മഹാനവറുകൾ അവിടെ വെള്ളരിക്കയുടെ കൃഷി ഉണ്ടായിരുന്നു. വെള്ളരിക്കയ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അത് മരുന്നാണെന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ പലതിനോടും മഹാനവറുകൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അത്ഭുതങ്ങൾ പലതും കാണിക്കാൻ തുടങ്ങി. കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ നിന്ന് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. മാരാരോഗങ്ങൾ സുഖപ്പെടുത്താൻ തുടങ്ങി. പ്രസവിക്കാത്ത പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കാൻ തുടങ്ങി. ഡോക്ടർമാര് വിധി എഴുതുന്നു, പ്രസവം ഉണ്ടാകൂല, കുട്ടികൾ ഉണ്ടാകൂല. അള്ളാന്റെ ഓർഡർ പ്രകാരം കുട്ടികളെ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ജനലക്ഷങ്ങൾ ആ വീട്ടിലേക്ക് ഒഴുകി. ഈ സദസ്സിലുമില്ലേ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ പോയവർ?
അല്ലാഹ് അൽഹംദുലില്ലാഹ്. കണ്ടോ, നിങ്ങൾ നോക്ക്. അതാ ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കോഴിക്കോട് മൂപ്പന്റെ വീട്ടില് ശൈഖുനയുള്ളപ്പോൾ കണ്ടിരുന്നതായി ഓർമ്മയുണ്ട്. സഹോദരങ്ങളെ, കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലേക്ക് എല്ലാവരും ഒഴുകാൻ തുടങ്ങി. തൊട്ടതൊക്കെ പൊന്നാകുന്നു. അത്ഭുത ദൃഷ്ടാന്തങ്ങൾ മഹാനവറുകൾ ആ വീട്ടിൽ കടന്നുകൊണ്ട് കാണിക്കാൻ തുടങ്ങി. ലോകം അതാ അത്ഭുതത്തോടെ കണ്ടു. ഇവിടുന്ന് കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ നിന്ന് അവിടെ താമസമാക്കി 30 വർഷവും അതോടെ കിട്ടി മൂപ്പൻ ദാരിദ്ര്യവും. പാവപ്പെട്ട കുടുംബമായ മൂപ്പന്റെ വീട് അതാ സുഖലോലുപതയിൽ ദാരിദ്ര്യമെല്ലാം നീങ്ങിക്കൊണ്ട് ജനലക്ഷങ്ങളെ സ്വീകരിക്കുന്ന വീടായി മാറി. ആരാരി എന്ത് പ്രശ്നമായി വന്നാലും അവിടുന്ന് ശമനം ഉണ്ട്. ഇനി വന്നാലും എത്ര വലിയ പ്രശ്നങ്ങളായി വന്നാലും അതാ കോടതിയിൽ നിന്ന് കോടതി തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത, ജഡ്ജിക്ക് വിധിക്കാൻ കഴിയാത്ത കേസുകൾ മൂപ്പന്റെ വീട്ടിൽ നിന്ന് ഇരുന്ന കട്ടിലിൽ നിന്ന് അതാ വിരിക്കുന്നു. ഞാനത് വിധി പറഞ്ഞിരിക്കുന്നു, ഞാൻ ആ കേസ് തള്ളിയിരിക്കുന്നു. ഇതാണ് മഹാന്മാരുടെ ചരിത്രം. കണ്ടോ, ഏത് പ്രശ്നം വന്നാലും മഹാനവറുകളുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. ഒരാൾ അതാ വാദം പിടിച്ചു തളർന്ന് കുഴഞ്ഞിക്കാ മറിഞ്ഞിരിക്കുന്ന ഒരാള് അതാ ജീവിക്കുന്ന സമയത്ത്, നടക്കാൻ പോലും കഴിയാത്ത സമയത്ത് ഒരാള് വന്നിട്ട് പറയാണ്, അന്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നുണ്ട്, അയാൾക്കൊന്ന് നടക്കണം, ഞാനിത് സുഖമാക്കി എന്ന് CM കാല. രോഗം മുഴുവൻ ഉടനെ മാറിയ വന്ന് പറഞ്ഞങ്ങ് തീരേണ്ട താമസം, ഞാൻ അയാളുടെ രോഗം സുഖമാക്കിയെന്ന് അതാ പറയുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ മഹാന്മാര് അത്ഭുതങ്ങൾ പലതും കാണിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ശൈഖുന CM റളിയല്ലാഹു അവരുകള് സുബ്ഹാനല്ലാഹ്. ഒരു സമയത്താണ്, നിങ്ങൾ നോക്ക്, മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരുടെ കറാമത്ത്. മൂപ്പന്റെ വീട്ടിൽ മഹാനവറുകൾ അതാ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്താണ് അതാ 100ന്റെ നോട്ടുകൾ വിതരണം ചെയ്യുന്നു. 100ന്റെ നോട്ടുകൾ വിതരണം ചെയ്യുന്നു. കോഴിക്കോട് ഇടിയങ്ങരയിൽ നിന്ന് പാളയത്തിലേക്ക് ലൈനാണ്, 2 ലൈനാണ്. മൂപ്പൻ ചോദിച്ചതൊന്ന് നിർത്തിക്കൂടെ? ആ സമയത്ത് ശൈഖുന CM റളിയല്ലാഹു അവരുകൾ പറഞ്ഞു, അതാ ഒരിക്കലും നിർത്താൻ പറ്റൂല. തുടങ്ങരുത്, തുടങ്ങരുത്, തുടങ്ങിയാ പിന്നെ മുടങ്ങരുത്. ശൈഖുനാന്റെ വാക്കാണ്, തുടങ്ങരുത്, തുടങ്ങരുത്, തുടങ്ങിയ പിന്നെ മുടങ്ങരുത്. അതുകൊണ്ട് നിർത്തുന്ന പ്രശ്നമേ ഇല്ല. മൂപ്പനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. അവസാനം പോലീസിനെ വിളിക്കുന്നു. പോലീസ് ഇറങ്ങുന്നു, ലാത്തി വീശുന്നു. ലാത്തിക്ക് വേദനയില്ല. പോലീസ് പ്രശ്നമല്ല. ആളുകൾക്ക് 100ന്റെ നോട്ട് കിട്ടാത്തത് കൊണ്ടല്ല, പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. ശൈഖുനാന്റെ നോട്ട് കിട്ടൽ ബർക്കത്താണ്. അതൊന്ന് കിട്ടൽ ആവേശമാണ്, അതൊന്ന് കിട്ടൽ സന്തോഷമാണ്. ശൈഖുനാന്റെ അരികത്ത് അതാ ആളുകൾ തടിച്ചുകൂടുന്നു. പക്ഷേ പോലീസ് നിയന്ത്രിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതാ പോലീസുകാർ ടിയർ ഗ്യാസ് പൊട്ടിച്ചു, ആകാശത്തേക്ക് വെടിവെച്ചു. എന്നിട്ടും അതാ ആളുകൾ പോകുന്നില്ല. അവസാനം പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ട് അതാ ശൈഖുനാന്റെ റൂമിലേക്ക് കയറിയിട്ട് ചോദിക്കാണ്, അല്ലയോ മഹാനവറുകളെ, ഇതൊന്ന് നിർത്തിക്കൂടെ? എവിടുന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്? ശൈഖുന പറഞ്ഞു, എല്ലാവർക്കും എവിടുന്നാണ് നോട്ട് കിട്ടല്? അവിടെ നിന്നാണ് എനിക്കും കിട്ടുന്നത്. ശൈഖുന ഉദ്ദേശിച്ചത് എവിടുന്നാണ്? അള്ളാന്റെ അരികത്ത് നിന്ന്. എല്ലാവർക്കും സമ്പത്ത് കിട്ടുന്ന എവിടുന്നാണ്? അള്ളാന്റെ കോടതിയിൽ നിന്ന്. എനിക്കും കിട്ടുന്ന എവിടെ നിന്നാണ്? ശൈഖുന ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ദയവായി പറയുമോ ആ സ്ഥലമൊന്ന്? ആ സ്ഥലമൊന്ന് ദയവായി പറയുമോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോകണമെന്ന് പറയുന്നു. അതാ പോലീസ് ഉദ്യോഗസ്ഥൻ അതാ തരുത്തു നിൽക്കുന്നു. വരുന്നവർക്കൊക്കെയും നോട്ട് വാരി കൊടുക്കുന്നു. നോട്ട് വാരി വിതറുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങൾ ഇങ്ങനെ പലതും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഔലിയാക്കന്മാര് ഇത് ആരാണെന്നറിയുമോ? അവര് ദുനിയാവിനെ തലാഖ് ചൊല്ലിയവരാണ്. ദുനിയാവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. കണ്ടോ?
ആദ്യം തന്നെ ബന്ധപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം. ശരീഅത്തിലൂടെ തരീഖത്തിലേക്ക്, ശരീഅത്തും തരീഖത്തും കടന്ന് ഹഖീഖത്തിലേക്ക്, ഹഖീഖത്തും ശരീഅത്തും തരീഖത്തും സമ്പാദിച്ച് ഹഖീഖത്തും വാരിക്കൂട്ടിയിട്ടാണ് ഈ പദവിയിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയാലോ ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടിമകള് കണ്ടോ, അവര് ദുനിയാവിനെ തലാഖ് ചൊല്ലുകയാണ്. ദുനിയാവ് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല, ദുനിയാവ് ഫിത്ന നിറഞ്ഞതാണ്. ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ട് വഖാഫുൽ ഫിത്ന, ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിനെ തലാഖ് ചൊല്ലുകയാണ്. നദറു ഫീകാ ഫലം അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ ബതനാ. നദറു അവർ കണ്ടപ്പോൾ, ഫീഹാ ദുനിയാവിനെ അവർ നോക്കി കണ്ടപ്പോൾ, ഫലമാലിമു അവരറിഞ്ഞപ്പോൾ, അന്നഹാ ലൈസത് ലിഹയ്യിൻ ബതനാ, ഈ ദുനിയാവ് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല, ബുദ്ധിയുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. അല്ലാഹുവിന്റെ മഹാന്മാർ എങ്ങനെയാ തീരുമാനിക്കുക? ബുദ്ധിയില്ലാത്ത നമ്മളെപ്പോൾ തോൽക്ക് അതാ ഒന്ന് കിട്ടുകിൽ 10 മതി എന്നും കണ്ടോ. ഉണ്ടാക്കണം ഉണ്ടാക്കണം, കിട്ടണം കിട്ടണം എന്നല്ലാതെ മറ്റൊരു ചിന്തയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഈ ദുനിയാവ് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ലെന്ന് ബുദ്ധിയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കണ്ടോ. ജഅലുഹാ ലുജ്ജതൻ വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുഫനാ. ദുനിയാവിനെ അവർ കടൽ പോലെയാക്കി. ആ കടലിൽ അതാ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? സാലിഹൽ അഅമാലി ഫീഹാ സുഫനാ. ആ സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, നല്ല പ്രവർത്തനങ്ങൾ, ആ കടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പലാക്കി മാറ്റി. ദുനിയാവ് ഒരു കടലാക്കി മാറ്റി. കടലിൽ അതാ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കടലിൽ ചത്തതുണ്ടാകും, ചാകാത്തതുണ്ടാകും, കാഷ്ടമുണ്ടാകും, മൂത്രമുണ്ടാകും, ചീഞ്ഞതുണ്ടാകും, ചെയ്യാത്തതുണ്ടാകും. എല്ലാ മാലിന്യങ്ങളും വന്നു ചേരുന്ന സ്ഥലമാണ് കടല്. ആ കടലില്ലതാ അവരിറങ്ങുന്നു. ആ കപ്പലിനെ അതാ ആക്കുന്നു. ദുനിയാവിൽ എന്താക്കുന്നു? കപ്പൽ പോലെ ആക്കിയിട്ട് ആ കപ്പലിലൂടെ സാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നമ്മളോ ദുനിയാവ് ആരിങ്ങനെ കൂട്ടന്നെ അല്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിനെ സ്നേഹിക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ കഥയും അത് തന്നെയല്ലേ? ദുനിയാവിനെ തലാഖ് ചൊല്ലില്ലേ? നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, തബ്ബൻ ലകി മിൻ ദാരി മലക്തുകി 40 സനതൻ 20 അമീറാ വ 20 ഖലീഫാ. ദുനിയാവേ നീ ശാപമടയട്ടെ, നിന്റെ ജയിലാകുന്ന വീട്ടിൽ 40 കൊല്ലം എന്നെ തറവിട്ടു, എന്നെ ജയിലിലിട്ടു, എന്നെ നീ ബന്ധസ്ഥനാക്കി. 20 കൊല്ലം അമീറായിട്ടും 20 കൊല്ലം ഖലീഫയുമായി ഇപ്പോൾ എന്റെ അവസ്ഥ നിന്നിലായിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീയാണ് എന്റെ ജീവിതം തുലച്ചത്, നശ്വരമാകുന്ന നീയും നിന്നെ സ്നേഹിക്കുന്നവരും നാശമടയട്ടെ. തബ്ബൻ ലിദുനിയാ വലിമുഹിബ്ബിഹാ. നശിപ്പിച്ചത് നീയാണ്, നിന്നെ സ്നേഹിക്കുന്നവരും അതാ മഹാൻ പറയാണ്, നിന്നെ സ്നേഹിക്കുന്നവരും നീയും ശാപമടയട്ടെ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആവിയാ റളിയല്ലാഹു തആല അല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ അവര് ദുനിയാവിനെ അതാ തലാഖ് ചൊല്ലി. അക്കൂട്ടത്തിൽ നമ്മളെ ശൈഖുനായും തലാഖ് ചൊല്ലി. ഇതല്ലേ സംഭവം? നിങ്ങൾ നോക്ക്, ഒട്ടനവധി കറാമത്തുകൾ മഹാനവരുകൾ കാണിച്ചു, ഒട്ടനവധി കറാമത്തുകൾ അത്ഭുതങ്ങളും ലോകത്ത് കാണിച്ചു. ശൈഖുനാ സിയം വലിയുള്ളാഹി അവരുകള് ആരെന്ത് വന്നാലും പറയുന്നു, എൻ ഏകൻ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്റെ പറയുന്നും കേട്ടവര്. കണ്ടോ, എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയാതെ ഞാനൊന്നും പറയില്ലെന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലിനി എന്നെ മാനില്ലതെന്നോവര് ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവര്. കണ്ടോ, ശൈഖുന ജീവിച്ചിരിക്കുന്ന കാലത്ത് കറാമത്ത്. ഇന്ന് നമ്മൾ കാണുന്ന കരിപ്പൂര്,
സുബ്ഹാനല്ലാഹ്, കരിപ്പൂരിനെ പറ്റി പറയാതിരിക്കാൻ കഴിയുമോ? ശൈഖുന സുജൂദ് ചെയ്ത് നടക്കുന്ന കാലത്ത് അതാ കരിപ്പൂർ ഒരു മലയും കുന്നുമായിരുന്നു, കാട് നിറഞ്ഞൊരു കുന്നായിരുന്നു. അവിടെ ശൈഖുന കയറിയിട്ട് പറയുന്നു, ഇവിടെ നിന്ന് കുറെ ആളുകൾ അതാ കയറിപ്പോകും, കുറെ ആളുകൾ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാകുമെന്ന് ശൈഖുന പറയുന്നു. സഹോദരങ്ങളെ, എന്താണിപ്പോൾ ഉണ്ടായത്? മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ, ഞാൻ പോയില്ലേ, നിങ്ങൾ പോയില്ലേ, നിങ്ങൾ വന്നിറങ്ങിയില്ലേ, നിങ്ങൾ കയറിപ്പോയില്ലേ, നമ്മളൊക്കെ കയറിപ്പോയില്ലേ? ഇതാരാണ് പറഞ്ഞത്? മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവര് അങ്ങനെ ഒട്ടനവധി നിരവധി കറാമത്തുകൾ കാണിച്ചുകൊണ്ട് മഹാനായ ശൈഖുനാ സിയം റളിയല്ലാഹു അവറുകൾ കോഴിക്കോട് മൂപ്പന്റെ വീട്ടില് താമസിക്കുകയാണ്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, അപ്പോഴെല്ലാവർക്കും ശൈഖുനാനെ രസിച്ചു കൊള്ളണമെന്നില്ല. ഒരാൾ അതാ ശൈഖുനാന്റെ ഈ കറാമത്തുകളും ശൈഖുനാന്റെ നോട്ട് വിതരണങ്ങളും അതാ കളിയാക്കിക്കൊണ്ട് ഒരു നോട്ടീസ് ഇറക്കുകയാണ്. മന്നദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്റെ വലിയനോട്, എന്റെ ഔലിയായിനോട് ആരെങ്കിലും എതിരെ പ്രവർത്തിച്ചാൽ, ആരെങ്കിലും ദേഷ്യം വെച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചവനായി എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? ഒരു നോട്ടീസ്, സുബ്ഹാനല്ലാഹ്, നോട്ടീസ് ശൈഖുനാന്റെ കയ്യിൽ കിട്ടി. നോട്ടീസ് അതാ വായിക്കുന്നു. വലിയ ഇകഴ്ത്തിക്കൊണ്ടൊരു നോട്ടീസ് നാടാകെ വിതരണം ചെയ്തൊരു ജാമൂസ്. നോട്ടീസ് ഒരെണ്ണം കിട്ടി ശൈഖിൻ കയ്യിൽ, അവിടുന്നുടൻ കൽപ്പിച്ചു കരിക്കാൻ തീര്. കിട്ടിയ ഉടനെ വായിച്ചിട്ട് പറഞ്ഞു, തീയിലിട്ട് നോട്ടീസ് കരിക്കണമെന്ന്. അവൻ തൂങ്ങിച്ചത്ത് പോകുമെന്നവിടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസവും ഒരു 3 പെട്ടെന്നതാ പറയുന്നു, ഇത് നിങ്ങൾ തീയിലിട്ട് കരിച്ചു കളയണം. എന്നിട്ട് പറയാണ്, അവൻ തൂങ്ങിച്ചത്ത് പോകുമെന്ന് പറയുന്നു. പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസവും ഒരു 3 തൂങ്ങി മരിച്ച വാർത്തയും പത്രത്തില, വായിച്ച ജനവും അരുളി വലിയുന്നെഞ്ഞില. ഇതങ്ങ് കേൾക്കേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, ശൈഖിന്റെ വാക്ക്. 3 ദിവസത്തിന്റെ ഉള്ളിൽ ഈ നോട്ടീസ് അടിച്ചവൻ അതാ തൂങ്ങിച്ചാകുന്നു. കേട്ടവര് പറഞ്ഞു, ശൈഖുനാന്റെ കുരുത്തക്കേടാണ്, ശൈഖുനാന്റെ കുരുത്തക്കേടാണ്. എന്റെ വചനത്തെ ഫയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നന്ദി ഞാനെന്നോവര്. തങ്ങൾ മുഹ്യിദ്ദീൻ മാലിയിലൂടെ പറഞ്ഞില്ലേ, എന്റെ വചനങ്ങളെ അതാ കളിയാക്കുകയാണെങ്കിൽ അപ്പോളെ കൊല്ലുന്ന നന്ദി ഞാനെന്നോവര്. കണ്ടോ, ശൈഖുനാനെ കളിയാക്കി നോട്ടീസ് ഇറക്കിയപ്പോ ശൈഖുന എന്താണ് ചെയ്തത്? ആ നോട്ടീസ് തീയിലിട്ട് കരിക്കാൻ പറഞ്ഞു, തൂങ്ങിച്ചത്ത് പോകുമെന്ന് പറഞ്ഞു. 3 ദിവസത്തിന്റെ ഉള്ളിൽ ആ മനുഷ്യൻ തൂങ്ങിച്ചത്ത് പോകുകയാണ്. ഇതാണ് മഹാന്മാരോട് കളിച്ചാൽ, കുത്തുബിയത്തിനെ കൊണ്ട് കളിച്ചാൽ, മടവൂരിനെ കൊണ്ട് കളിച്ചാൽ, നാരിയത്തു സ്വലാത്തിനെ കൊണ്ട് കളിച്ചാൽ, അള്ളാന്റെ മഹാന്മാര് തുടങ്ങി വെച്ച ഓരോ കാര്യവും അത് വലിയ വിഷയമുള്ളതാണ്. അതുകൊണ്ടാണ് തുടങ്ങിയാ പിന്നെ മുടങ്ങരുത്, തുടങ്ങിയാ പിന്നെ മുടങ്ങരുത്. ശൈഖുന പറഞ്ഞില്ലേ, മുടങ്ങാതെ അതാ മുന്നോട്ട് നീങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. അങ്ങനെ ആത്മീയതയിലൂടെ ജീവിച്ച മഹാനായ ശൈഖുന സിയം റളിയല്ലാഹു അവറുകൾ, നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, വിട പറയുന്നതിന്റെ അതാ മുമ്പുള്ള റമദാൻ കാലം ശൈഖുന സിയം റളിയല്ലാഹു അവറുകൾ അതാ വിട പറയുന്നതിന് മുമ്പുള്ള റമദാൻ കാലം ഉമ്മ വന്നിട്ട് ചോദിച്ചു, മോനെ നീ മടവൂരിലേക്ക് പോരുന്നില്ലേ? അതെ, ഞാൻ അടുത്ത് വരുമെന്ന് ശൈഖുന. ശവ്വാൽ 4-നാണല്ലോ വഫാത്തായത്, അതിന് മുമ്പുള്ള റമദാൻ. അപ്പൊ ചോദിക്കാണ്, ഞാൻ അടുത്ത ആഴ്ച അടുത്ത് തന്നെ വരും. മനസ്സിലാക്കണം സഹോദരങ്ങളെ, റമദാൻ എല്ലാം കഴിഞ്ഞു. ശൈഖുന സിയം റളിയല്ലാഹു അവരുടെ ഖാദിമാകുന്ന കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടില് ബാബു, അതാ ബാബുവും അത് ഖാദിമീങ്ങളും അതാ ശൈഖുനാന്റെ കൂടെയാണ്. ഒരു പനി അതാ പിടിക്കുകയാണ് ശൈഖുന സിയം റളിയല്ലാഹു അവർക്ക്. സുബ്ഹാനല്ലാഹ്, പനി ശക്തിയായി
ശക്തിയായി എന്ന് മാത്രമല്ല, അറിയിക്കാനുള്ളവരോടൊക്കെ വിവരം അറിയിക്കാൻ വേണ്ടി ശൈഖുനാന്റെ ഓർഡറാണ്. നേതാക്കന്മാരോടും ഔലിയാക്കന്മാരോടും മഹാന്മാരോടും തങ്ങന്മാരോടും വിളിച്ചു പറയുന്നു. ശൈഖുന സിഎം റളിയല്ലാഹു അവർക്ക് അതാ നോമ്പെല്ലാം കഴിഞ്ഞ് ശവ്വാൽ 4 പനി ശക്തിയായി സഹോദരങ്ങളെ. 8 മണിക്കതാ പനി ശക്തിയായപ്പോ ശൈഖുനാന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് തഹ്ലീൽ ഉയരുകയാണ്, യാസീൻ ഉയരുകയാണ്, ദിക്ർ ഉയരുകയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് 1141 ശവ്വാൽ മാസം 4-ാം തീയതി 1991 ഏപ്രിൽ 19 കൃത്യം 8 മണിക്ക് അതാ മരണത്തിലേക്ക് ശൈഖുന നീങ്ങുന്നു. 9:15 ശൈഖുന ഈ ലോകത്തോട് വിട പറയുന്നു. ഒരു കറുത്ത വെള്ളിയാഴ്ച ലോകം നോക്കി കാണുന്നു. നമ്മളൊക്കെ പള്ളിയിലേക്ക് നീങ്ങുമ്പോഴാണ്, അന്ന് ഇതുപോലെ വാർത്താ മാധ്യമങ്ങളില്ല, മീഡിയ സംവിധാനങ്ങളില്ല. സഹോദരങ്ങളെ, നമ്മളൊക്കെ വൈകിയാണ് അറിഞ്ഞത്. അങ്ങനെ അത് ആത്മീയ ലോകത്ത് കത്തിജ്വലിച്ചിരുന്ന വടാവൃക്ഷം ഈ ലോകത്ത് നിന്ന് തൽക്കാലം കടപുഴകി അങ്ങ് മാറിയപ്പോൾ കാലത്തിന്റെ അച്ചുതണ്ടും ഭൂമിയിലെ നക്ഷത്രവുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശിഖ് സിഎം റളിയല്ലാഹു അവരുടെ മടവൂരിൽ മറഞ്ഞു. ഇനി നമുക്ക് ആ നേതാവിനെ വിളിക്കാം. എപ്പോഴും ആ നേതാവിന്റെ പേരിൽ ഫാത്തിഹ ഓതാം. ജീവിച്ചിരിക്കുന്നത് പോലെ മരിച്ച് മൺപുതച്ച് കിടന്നാലും ഔലിയാക്കന്മാര് കാണുകയും കേൾക്കുകയും ചെയ്യും. അതല്ലേ സഹോദരങ്ങളെ? ഒരു മുരീദ് പാടുകയാണ്, അതാ അവിടുത്തെ സ്നേഹിച്ചൊരു മുരീദ് പാടുകയാണ്. മുഹമ്മദുൻ അബൂബക്കർ മടവൂരുന ശംസുൽ ബശർ. മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹി മടവൂരിലെ മനുഷ്യ സൂര്യനാണ്. മടവൂരിലെ ആര്? ശൈഖുനാ സിഎം റളിയല്ലാഹു അവരുകള്. വേറൊരു മുരീദ് മടവൂരുകാരോട് പാടുകയാണ്. ബുശ്റാ ലക്കും നൂറുൽ ഇലാഹി ഫിനാഅക്കും. മടവൂർ നിവാസികളെ, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് സന്തോഷം. സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് ധാരാളം വകയുണ്ട്. അല്ലാഹുവിന്റെ സൂര്യ തേജസ് നിങ്ങളുടെ മുറ്റത്ത് വിളയാടുന്നു, നിങ്ങളുടെ മലർവാടിയിൽ കിടക്കുന്നു. അലൈത ശഹ്രിഹൽ അഖീമു ബിജന്നത്തിൽ ജിവാറ വലിയില്ലാഹി മടവൂർ ഫർഹത്തി. അറിയുക, മടവൂർ ശൈഖുനായുടെ അയൽക്കാരനായി സ്വർഗീയ പൂങ്കാവനത്തിൽ എനിക്ക് വസിക്കുവാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആശിഖീങ്ങൾ പാടുകയാണ്, മുരീദുമാര് പാടുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞില്ല. സലാമുൻ അലൈക ഖബ്റഹ മടവൂരി ഖിദ്റിനാ ബിഹി അത്രില്ലഹുമ്മ മർഖദ ശൈഖിനാ. അല്ലയോ ശിഷ്യരുടെ ഖിദ്റായി അറിയപ്പെടുന്ന മടവൂർ ശൈഖുനാ സിഎം റളിയല്ലാഹുയുടെ അന്ത്യവിശ്രമ കേന്ദ്രമേ, മടവൂരിന്റെ മലർവാടിയേ, സലാം സലാം സലാം. റബ്ബേ, ഈ സലാം കൊണ്ട് മക്ബറയെ നീ അത്തർ പൂശണമേ. ഇങ്ങനെ ലോകത്ത് അറിയപ്പെട്ട കുത്തുബീങ്ങളിൽ ഒരാളായി, നിങ്ങൾ ആത്മീയ ലോകത്ത് കടാവിളക്കായി വിരാജിക്കുന്ന വെള്ളി നക്ഷത്രമായി അതാ ഉന്നത സ്ഥാനത്തേക്ക് പറന്നുയർന്ന് ലോകത്ത് പല അത്ഭുതങ്ങളും കാട്ടി ദീനിന്റെ ഓജസ്സും തേജസ്സുമായി ദീനീരംഗങ്ങളിൽ അതാ തിളങ്ങി നിന്ന മഹാൻ ശൈഖുനാ സിഎം റളിയല്ലാഹു അവരുകള് ആത്മീയ ലോകത്ത് വെട്ടിത്തിളങ്ങുന്ന പ്രതിഭയാണ്. ആ മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്തും ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. മരിച്ച് അതാ വഫാത്തായിട്ട് മടവൂരിൽ കിടക്കുമ്പോഴും ഓരോ അത്ഭുതങ്ങൾ കാണിക്കുന്നു. രോഗമായി വരുന്നവർക്ക് രോഗം മാറുന്നു, അപസ്മാരമുള്ളവർക്ക് മാറുന്നു, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുന്നു. ഇങ്ങനെ അവിടത്തേക്ക് നേർച്ചയാക്കിയാൽ പലതും ഉണ്ടാകുന്നു. എത്ര സ്ഥാപനങ്ങളാണ് ആ മഹാനുഭാവന്റെ പേരിൽ കേരളക്കരയിലും കേരളത്തിന് പുറത്തും. നിങ്ങൾ നോക്ക്, വിദേശ
വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അത് ആ മഹാനുഭാവന്റെ കറാമത്ത് തന്നെ. ജീവിതകാലത്ത് ചെയ്തെടുത്ത നേട്ടങ്ങളാണ്, നന്മയുടെ നേട്ടങ്ങളാണ് ഇപ്പോൾ വിളഞ്ഞു നിൽക്കുന്നത്. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മടവൂരിനെ നിങ്ങൾ മറക്കണ്ട. ഖുത്ബുൽ ആലമാണ്, ലോകത്തറിയപ്പെട്ട ഔലിയാക്കളിൽ പ്രമുഖനാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തട്ടെ, രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. ഈ മഹാനുഭാവന്റെ ചെറിയൊരു ചരിത്രം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്തത്. പറഞ്ഞാൽ തീരുകയില്ല, ചർച്ച ചെയ്താൽ തീരുകയില്ല. കറാമത്തുകളുടെ ലോകം എത്രയോ ഉണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ശേഖരിക്കാൻ കഴിയുന്ന ചരിത്രങ്ങളിൽ നിന്ന് തുടക്കവും ഒടുക്കവും അതിന്റെ ഇടയിലുള്ള ഒന്ന് രണ്ട് കറാമത്തുകളും നിങ്ങൾ വിവരിച്ചെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ പിടിച്ചു ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട്, സഹോദരങ്ങളെ, ആ മടവൂരിൽ നിങ്ങൾ പോകണം, സിയാറത്ത് ചെയ്യണം. ആ മഹാന്റെ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ശൈഖുനാ സിയം വലിയുല്ലാഹി മെമ്മോറിയൽ ദഅവ സെന്റർ. ഞാൻ നിൽക്കുന്ന തലശ്ശേരിയിൽ തുടങ്ങിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്, സന്തോഷമാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ മദ്രസയോ സ്കൂളോ പഠനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടുതരിക. ഇൻഷാ അല്ലാഹ് ആ കുട്ടികളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മടവൂരിന്റെ ഒരു ആശിക്കായിട്ട്, മടവൂരിന്റെ ഒരു മുഹിബായിട്ട് നിങ്ങൾക്ക് മുഹിബാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ദുആ രക്കണം. ഇനിയും മടവൂരിന്റെ കറാമത്തുകൾ കാണാനും പറയാനും അനുഭവിക്കാനും അനുഭവിച്ച് അത് അറിയാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند علو للحديث العابم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت
إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم പറഞ്ഞ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുന്നു അല്ലാഹ് ദിക്റുകൾ ചൊല്ലി അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹ് റബ്ബേ മഹാന്മാരുടെ കറാമത്തുകൾ പറഞ്ഞ മജ്‌ലിസ് റബ്ബേ സിയമിന്റെ കറാമത്ത് പറഞ്ഞ മജ്‌ലിസ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് അവരുടെ മദദ് ഞങ്ങൾക്ക് ദായിമാക്കണേ അല്ലാഹ് അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ദിക്റിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് റബ്ബേ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ഇൽമിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്